പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. പാർട്ട് 1 മോക്ക് ടെസ്റ്റിൽ നമ്മൾ 30 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ 15 ചോദ്യങ്ങളാണുള്ളത്. 15 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണിത്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഡോക്ടർ DS കോത്താരി. അടുത്ത ചോദ്യം, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ഉത്തരം 1948. അടുത്ത ചോദ്യം, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കി നിലവിൽ വന്ന കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948. അടുത്ത ചോദ്യം, സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷൻ. ഉത്തരം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 1952. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. അടുത്ത ചോദ്യം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്നത് ഏത് കമ്മീഷന്റെ ശുപാർശയാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്നത് ഏത് കമ്മീഷന്റെ ശുപാർശയാണ്? ഉത്തരം ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം. ഉത്തരം 1986. അടുത്ത ചോദ്യം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കണം എന്നത് ഏത് കമ്മീഷന്റെ ശുപാർശയാണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കണം എന്നത് ഏത് കമ്മീഷന്റെ ശുപാർശയാണ്? ഉത്തരം ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. UGC രൂപീകരിക്കണമെന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശയായിരുന്നു. അടുത്ത ചോദ്യം, എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? ഉത്തരം പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും നടപ്പിലാക്കിയ പദ്ധതിയാണെന്ത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനും നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അടുത്ത ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ഗ്രന്ഥമാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന്? ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന്? ഉത്തരം നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 11. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 2009. അടുത്ത ചോദ്യം, ഏത് വർഷം മുതലാണ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, അതേപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയ പദ്ധതികളെ സംയോജിപ്പിച്ച് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത്? ഏത് വർഷം മുതലാണ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും സംയോജിപ്പിച്ച് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത്? ഉത്തരം 2018 മുതലാണ്. അടുത്ത ചോദ്യം, സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം. ഉത്തരം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരുടെ വാക്കുകളാണിത്? ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായി സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം. ഉത്തരം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.